അപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെ തൽക്കാലം ഒരു മാസമായിട്ട് ജോലിയില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ ചില ഹാബിറ്റുകൾ പൊടി തട്ടിയെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു കഴിഞ്ഞ 38 ദിവസം കൊണ്ട് വായിച്ചു തീർത്ത 5 പുസ്തകങ്ങളാണ്. ഇതിൽ 2 പുസ്തകങ്ങൾ വലിയൊരു സജഷനായിട്ട് പറയാനുള്ളതല്ല. കാരണം ഇത് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈവൻ വായിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഈ 2 പുസ്തകങ്ങളുടെ സമ്മറി എങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴാണ് ഈ പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ തരപ്പെട്ടത്. ആ പുസ്തകങ്ങൾ 2 ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതാണ് ജെയിംസ് ക്ലിയർ എഴുതിയിട്ടുള്ള അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം. അത് നമ്മളെങ്ങനെ ലൈഫിൽ സിസ്റ്റങ്ങൾ ഉണ്ടാക്കി, ഗോൾസ് എന്ന് പറയുന്ന ഒരു റിവാർഡ് വെക്കാതെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ സിസ്റ്റം വെക്കണം. ഇപ്പം അടുത്ത വർഷം ഇതേ സമയത്ത് 6 പാക്ക് ഉണ്ടാവുക എന്നുള്ളതായിരിക്കാം നമ്മുടെ ഗോള്. പക്ഷെ അത് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടോ ഒരു മാനിഫെസ്റ്റേഷൻ ബോർഡ് എഴുതിയിട്ട് ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വെച്ചുകൊണ്ടോ കാര്യമില്ല. അതിന് നമ്മൾ എന്ത് സിസ്റ്റം വെക്കണം. എൻ്റെ ജോലിയുടെ, എൻ്റെ സ്കൂളിൻ്റെ തിരക്കുകൾക്കിടയിൽ ഞാനിങ്ങനെ ജിമ്മിൽ പോകാൻ സമയം കണ്ടെത്താം. എൻ്റെ ക്രേവിങ്സുകളെ അതിജീവിച്ച് ഞാനിങ്ങനെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ സമയം കണ്ടെത്താം. അതൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറയുന്ന മെയിൻ കാര്യം. ഈ പുസ്തകത്തിന്റെ സമ്മറിയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. പിന്നെ അടുത്തത് ഈ പുസ്തകമാണ് ഇക്കിഗായി. ഇതും കേരളത്തിൽ, ഇന്ത്യയിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് റിവ്യൂ ചെയ്ത സമ്മറിയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. എങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. ജാപ്പനീസ് ആയിട്ടുള്ള കുറെ ആളുകൾ ഓൾമോസ്റ്റ് 100 വയസ്സിന്റെ അടുത്ത് വരെയൊക്കെ ജീവിക്കുന്നു. അവർ എല്ലാ ദിവസവും ജിമ്മിലൊന്നും പോണില്ല, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നല്ല ഫുഡ് കഴിക്കുന്നു, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളതാണ് ആ പുസ്തകത്തിന്റെയും ഒരു സമ്മറി. സോ ഈ 2 പുസ്തകം ഞാനൊരു സജഷനായിട്ട് പറയുന്നുണ്ടെങ്കിലും ഓൾറെഡി എല്ലാവരും അത്യാവശ്യം പരിചയം ആയിട്ടുള്ള പുസ്തകമാണെന്നുള്ളതുകൊണ്ട് അതിനെ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇനിയുള്ള ഈ 3 പുസ്തകങ്ങൾ, ഇത് 1 by 1 ആയിട്ട് ചെറിയൊരു സമ്മറി പറയാം. ഇതിൽ ഓരോ പുസ്തകവും ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോ ഇടണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ബിഫോർ ഐ ഗോ ടു സ്ലീപ്പ്. ഇത് ഒരു ഇംഗ്ലീഷ് സിനിമയും കൂടെ ആയിട്ടുള്ള പുസ്തകമാണ്. നമ്മുടെ ടോം ക്രൂസിന്റെ മുൻ ഭാര്യ നിക്കോൾ കിഡ്മാൻ ആണ് ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ കഥ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കഥാനായിക, പുള്ളിക്കാരി ഒരു 20 വയസ്സുള്ള ആളാണ്. പുള്ളിക്കാരി ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളുടെ കൂടെ അവർ ബെഡിലാണ്. ആൻഡ് അവരൊരു അല്പം വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിലും പാനിക്കാവും. അങ്ങനെ ഇവർ പാനിക്കായിട്ട് പെട്ടെന്ന് ആ ബെഡിൽ നിന്നിറങ്ങി ഇവർ വാഷ്റൂമിലേക്ക് പോയിട്ട് ഇവരുടെ മുഖവും കൈയും കഴുകാൻ വേണ്ടിയിട്ട് വാഷ് ബേസിന്റെ ആ ടാപ്പിലേക്ക് കൈ നീട്ടുമ്പോഴാണ് അവർ പെട്ടെന്ന് സ്വന്തം കയ്യിലേക്ക് നോക്കുന്നു. അവിടെ വെച്ച് അവർ ഞെട്ടുകയാണ്. അവരുടെ കയ്യിൽ ചുളിവൊക്കെ. അപ്പൊ 20 വയസ്സുള്ള ഒരാളുടെ കയ്യിൽ ചുളിവുണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് അവർ നോക്കുമ്പോൾ ആ വീടിന്റെ പലയിടത്തും അവരുടെയും ആ ബെഡിൽ കിടക്കുന്ന ആളുടെയും ഫോട്ടോസ് ഉണ്ട്. ആൻഡ് സ്ലോലി അവർക്ക് മനസ്സിലാകുന്നു അവർക്ക് ഇപ്പൊ 20 വയസ്സല്ല, അവർക്ക് 48 വയസ്സെന്തോ ആയി. അവരുടെ വിവാഹം കഴിഞ്ഞാണ്, അവരുടെ ഭർത്താവാണ് തൊട്ടപ്പുറത്ത് കിടക്കുന്നത്. പക്ഷേ പിന്നീട് ഒരു ആക്സിഡന്റിൽ ഈ സ്ത്രീയുടെ തലച്ചോറിന് കാര്യമായൊരു പ്രശ്നം സംഭവിക്കുകയും എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടന്നു കഴിയുമ്പോൾ, ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ അവരുടെ മെമ്മറി ബൈ ഡീഫോൾട്ട് ഈ ആക്സിഡന്റ് നടന്ന ഒരു പ്രായത്തിലേക്ക്, അല്ലെങ്കിൽ ഇവരുടെ 20ാമത്തെ വയസ്സിലേക്ക് റീസെറ്റ് ആയിട്ട് പോകും. അപ്പൊ രാത്രി വരെ, ഇപ്പൊ രാവിലെ ഇന്ന് എഴുന്നേറ്റു, ഈ ഫോട്ടോ ഒക്കെ കണ്ടു, അവർ വീണ്ടും റിയാലിറ്റിയിലേക്ക് വന്ന് നോക്കിയാൽ 48 വയസ്സായി, ഹസ്ബൻഡ് ഉണ്ട്, ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, ഇന്നതാണ് എൻ്റെ പേര്, കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇത് കഴിഞ്ഞ് രാത്രി ഇവർ ഉറങ്ങാൻ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇവരുടെ തലച്ചോറിലെ ആ ഒരു കമ്പ്യൂട്ടർ റീസെറ്റ് ആവും. അങ്ങനെ ഇവർ റിയാലിറ്റിയൊക്കെ മനസ്സിലാക്കി ഹസ്ബൻഡ് ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ടാറ്റൊക്കെ കൊടുത്ത് പോകുന്നു. ഹസ്ബൻഡ് പോയി കഴിയുമ്പോൾ അവർക്കൊരു കോൾ വരും. ആ കോളിന്റെ അങ്ങേ തലക്കിൽ, ഫോണിന്റെ മറുതലക്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. അപ്പൊ പുള്ളി പറഞ്ഞു, നമ്മളൊരു സ്ഥലത്ത് ഒരു പാർക്കിൽ വെച്ച് കണ്ടിട്ടുണ്ട്, നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആള് പറയുന്നത് തന്നെയാണോ നിങ്ങളുടെ ശരിക്കുള്ള പേര് എന്നൊക്കെയുള്ള ചെറിയ സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ വിളിച്ചതെന്ന് ഇയാൾ പറയുമ്പോൾ ഇവരാദ്യം കൺഫ്യൂസ്ഡ് ആവും. കാരണം സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മെമ്മറി റീസെറ്റ് ആവുന്ന ഒരാൾ, റാൻഡം ആയിട്ട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതൊരു സ്കാം ആണോ എന്ന് ചിന്തിക്കുമല്ലോ. അപ്പൊ അയാൾ പറയും, നിങ്ങളുടെ മുറിയിലെ ഇന്ന സ്ഥലത്ത് അലമാരിയുടെ ഇന്ന ഒരു ഷെൽഫ് തുറക്കുക എന്ന് പറയും. അവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, എല്ലാ ദിവസവും നിങ്ങൾ സ്വയം വീഡിയോ ടേപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ ഈ പറഞ്ഞ നിക്കോൾ കിഡ്മാൻ അവതരിപ്പിക്കുന്ന ഈ നായിക കഥാപാത്രം തുറന്നു നോക്കുകയും ഈ സൈക്കാട്രിസ്റ്റ് പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ആൻഡ് പോകെ പിന്നീട് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ സിനിമ ഒരു അന്വേഷണമാണ്. ആക്ച്വലി ഈ പറഞ്ഞ ആ കൂടെ എല്ലാ ദിവസവും കിടക്കുന്ന ആൾ തന്നെയാണോ ഇവരുടെ ഹസ്ബൻഡ്, അയാൾ പറയുന്നത് തന്നെയാണോ ഇവരുടെ പേര് എന്നുള്ളത്. ബട്ട് അതിന്റെ എന്താ പറയുക, ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത്, ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവൻ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു തോട്ട് വരും, നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞ സാധനം എന്തോരം പവർഫുൾ ആണ്. അതിനൊരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങളെല്ലാം പോവും, നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ മറന്നു പോകും. നമ്മൾ കണ്ടിട്ടുണ്ടാവും അൽഷിമൈസ് ഒക്കെ വരുന്ന ആളുകൾ സ്വന്തം മക്കളെയും സ്വന്തം മാതാപിതാക്കളെയും വരെ മറന്നു പോകുന്നത്. സോ ആ ഒരു ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ചെറിയ സാധനം നമുക്ക് എത്ര വലിയ കോൺട്രിബ്യൂഷൻ ആണ് തരുന്നത് എന്നുള്ളതൊരു
ഒരു വലിയൊരു റിയലൈസേഷനും കൂടിയാണ് ഈ പുസ്തകം. അടിപൊളിയായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അടുത്ത ബുക്ക് എന്ന് പറയുന്നത് എനിമി ഓഫ് ദ സ്റ്റേറ്റ്. ഈ പേരിൽ വിൽ സ്മിത്തിന്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്. പക്ഷേ ആ സിനിമയുടെ കഥയുള്ള പുസ്തകമല്ല ഇത്. ആക്ച്വലി ഇതിലെ ഈ മിച്ച് റാപ്പ് എന്ന് പറയുന്നതാണ് ഇതിലെ നായക കഥാപാത്രത്തിന്റെ പേര്. പുള്ളിയുടെ ആ ക്യാരക്ടറിനെ വെച്ച് ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളും സീരീസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ആദ്യം എഴുതിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം മരണപ്പെടുകയോ അദ്ദേഹം ഇതിന്റെ എഴുത്ത് നിർത്തുകയോ ചെയ്ത സമയത്ത്, ഈ വിൻസ്പ്ലെയിൻ നിന്ന സമയത്ത് കൈൽ മിൽസ് എന്ന് പറയുന്ന ഒരാൾ പിന്നീട് ഈ ക്യാരക്ടറിനെ ഏറ്റെടുത്ത് എഴുതിയ ഒരു കഥയാണിത്. ആ സീരീസിലെ ഒരു പുസ്തകം മാത്രം, ഭയങ്കര സിമ്പിളായിട്ട് സ്ഥിരം ഒരു നല്ല ആക്ഷൻ പടത്തിലുള്ള കഥ. ഇതിലെ നായകൻ മിച്ച്റാപ്പ് CIA ഉദ്യോഗസ്ഥനാണ്. വില്ലൻ നാസർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സൗദി ഇന്റലിജൻസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഈ നാസർ തീവ്രവാദ സംഘടനകൾക്ക് ഫണ്ട് ചെയ്യുന്നു മിച്ച്റാപ്പ് കണ്ടുപിടിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും അമേരിക്കയും സൗദിയും തമ്മിലുള്ള ചില കരാറുകളുടെ ഭാഗം ഉള്ളതുകൊണ്ട് ഇതൊരു വലിയ ഇഷ്യൂ ആക്കി ഗ്ലോബലി ഇതിനെ മീഡിയാസിന് മുമ്പിൽ എത്തിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അവരൊരു പ്ലാൻ ഉണ്ടാക്കും. മിച്ച്റാപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഹീറോ CIA വിട്ടുപോയി എന്നൊരു കള്ളക്കഥ പറഞ്ഞു വരുത്തുക. അയാളെ CIA നിന്ന് അയാൾ റിട്ടയർ ചെയ്തതായിട്ട് ഉണ്ടാക്കിയിട്ട് മിച്ച്റാപ്പ് ഒറ്റയ്ക്ക് ഒരു റിബലിനെ പോലെ ഈ നാസറിന്റെ ഇടപാടുകളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ നാസറിന്റെ ഒരു വലിയ ഗോൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രായമായ കിങ് ഫൈസൽ എന്ന് പറയുന്ന സൗദി രാജാവ് മരണപ്പെട്ട ശേഷം പതുക്കെ ഈ പറഞ്ഞ തീവ്രവാദ സംഘടനകളുടെയൊക്കെ സഹായത്തോടു കൂടി സൗദി ഭരണത്തിലെ ഭയങ്കര മെയിൻ ആയിട്ടുള്ള ഒരാളാവുക എന്നുള്ളതാണ്. ആൻഡ് അപ്പൊ ഈ നാസറിന്റെയും ഈ തീവ്രവാദ സംഘടനകളുടെയും ബന്ധം കണ്ടുപിടിക്കാൻ നടക്കുന്ന മിച്ച്റാപ്പ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പിടിക്കപ്പെട്ടാൽ ഹീസ് ഓൺ ഹിസ് ഓൺ. അതായത് അമേരിക്കൻ ഗവൺമെന്റ് പുള്ളിയെ സഹായിക്കില്ല. കാരണം CIA നിന്നും നിർത്തിപ്പോയി എന്നാണ് മിച്ച്റാപ്പിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഇപ്പോൾ ലോകത്തിനുള്ള ഒരു ഐഡിയ. ആൻഡ് മിച്ച്റാപ്പ് ഇങ്ങനെ നമ്മുടെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പിന്തുടരുന്നു എന്ന് ഓൾമോസ്റ്റ് ഒരു പകുതിയാവുന്ന സമയത്ത് സൗദി ഗവൺമെന്റ് മനസ്സിലാക്കുന്നു. സോ രണ്ട് ഗവൺമെന്റുകൾ ബേസിക്കലി നമ്മുടെ ഹീറോയ്ക്കെതിരാണ്. അപ്പം അവനവന്റെ കാലിൽ നിന്നുകൊണ്ട് ഹീറോയ്ക്ക് എങ്ങനെ നമ്മുടെ ഈ വില്ലനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്ഥിരം കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റ് സിനിമയ്ക്ക് പറ്റിയ ഫോർമാറ്റ്, അങ്ങനത്തെ ഒരു കഥയാണ് ഈ എനിമി ഓഫ് ദ സ്റ്റേറ്റ്. അങ്ങനെ രണ്ട് ഗവൺമെന്റുകളുടെയൊക്കെ ശത്രുവായിട്ട് മിച്ച്റാപ്പ് ഒരു പോയിന്റിൽ വരുന്നതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ പേരും എനിമി ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ ശത്രു എന്നിട്ടത്. ആൻഡ് ഇനി വായിച്ച 5 പുസ്തകങ്ങളും എനിക്ക് പേഴ്സണലി ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകം. ലോകത്ത് ഒരുപാട് ആരാധകരുള്ള ഒരാളാണ് ഇതിന്റെ ഓതർ. ഈ പേജ് ടേണർ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ്. ഡാൻ ബ്രൗൺ ആണ്, ഡാവിഞ്ചി കോഡൊക്കെ എഴുതിയ ഡാൻ ബ്രൗൺ. അതിന് മുമ്പുള്ള കഥയായിട്ടാണ് ഇത് വരുന്നത്. ഇതിൽ നമ്മുടെ ഹീറോ റോബർട്ട് ലാങ്ടൺ, പുള്ളിക്കാരൻ ഒരു ഈ സിംബലുകളൊക്കെ വെച്ച് അതിന്റെ പ്രാധാന്യം കണ്ടുപിടിക്കുന്നു. ആൻഡ് ഇതിന്റെ ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ ഒരു 5 അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ബുക്ക് മൊത്തം വായിച്ചു തീർക്കണം എന്നൊരു സംഭവത്തിലേക്കൊക്കെ നമ്മൾ എത്താൻ ചാൻസ് ഉണ്ട്. കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ റോബർട്ട് ലാങ്ടൺ അമേരിക്കയിലാണ്. അദ്ദേഹം ഈ സിംബലുകൾ, പ്രാചീന കാലത്തെ ഹിസ്റ്ററി, റിലീജിയൻ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠനം നടത്തുന്ന ഒരാളാണ്. ഒരു ദിവസം അദ്ദേഹത്തിനെ കാണാൻ ഒരാൾ വരും. അപ്പോൾ യൂറോപ്പിലുള്ള സേൺ ഒരു വലിയ സയന്റിഫിക് റിസർച്ച് ഒക്കെ നടത്തുന്ന ഒരു സംഘടനയാണ്. അവിടെ ഒരു സയന്റിസ്റ്റ് കൊല്ലപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ലാങ്ടന്റെ അടുത്തേക്ക് ഇയാൾ എത്തുന്നത്. ആൻഡ് ലാങ്ടനെ കൊണ്ട് അയാൾ നേരെ ഈ സയന്റിസ്റ്റ് കൊല്ലപ്പെട്ട സേണിലേക്ക് എത്തുന്നു. സേണിൽ എത്തി കഴിയുമ്പോൾ നമ്മുടെ ഈ സയന്റിസ്റ്റിന്റെ നെഞ്ചിൽ ഇല്ലൂമിനാറ്റി സിമ്പിൾ കൊത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സയന്റിസ്റ്റിന്റെ നെഞ്ചിൽ ഇല്ലൂമിനാറ്റി സിമ്പിൾ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ സയന്റിസ്റ്റിന്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കണ്ണ് ചൂഴ്ന്നെടുത്തത് ആദ്യം നമ്മൾ വായിക്കുമ്പോൾ ഇനീഷ്യലി വിചാരിക്കുന്നത് ആ ഒരു കൊലയുടെ ഒരു ഭീകരാന്തരീക്ഷത്തിനൊക്കെ വേണ്ടിയായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഇതിൽ പിന്നെ പുള്ളി പണ്ട് ഇല്യൂമിനാറ്റി ഉണ്ടായത് എങ്ങനെയാണ്, വലിയ ഫേമസ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ഗലീലിയോ ഗലീലിയും ബെർണിനിയെ പോലെയുള്ള ശില്പികളും ഒക്കെ ഇല്യൂമിനാറ്റിയുടെ ഭാഗമായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ ഇതിലെ ഫ്ലാഷ് ബാക്ക് നരേഷനൊക്കെ ഭയങ്കര രസമാണ്. അത് നമുക്കൊരു സിനിമ കാണുന്ന ഫീല് തന്നെ കിട്ടും. പിന്നെ എങ്ങനെയാണ് ഇല്യൂമിനാറ്റി സംഘടന, ഗലീലിയോ ഗലീലിയെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ അന്നത്തെ മതത്തിന്റെ ഫ്രണ്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത ശാസ്ത്ര സത്യങ്ങൾ ഒളിച്ചു കിടത്താൻ വേണ്ടിയിട്ട് ഈ ഇല്യൂമിനാറ്റി ഉപയോഗിച്ചതെന്ന് പറയുന്നുണ്ട്. ബട്ട് കമ്മിങ് ടു ദ പ്രസന്റ് വേൾഡ്, ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഈ കൊല്ലപ്പെട്ട സയന്റിസ്റ്റ് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ആന്റി മാറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം. അതിനെക്കുറിച്ച് പറയുന്നത് അതിന്റെ 1 ഗ്രാം, ഒരു നുള്ളോ 50 ഗ്രാമോ അതോ ആന്റി മാറ്റർ ഉണ്ടെങ്കിൽ ന്യൂയോർക്ക് സിറ്റി മുഴുവൻ കറണ്ട് കൊടുക്കാം, വൈദ്യുതി കൊടുക്കാം എന്നാണ് പറയുന്നത്. അത്രയും പവർഫുൾ ആണ്, അപ്പം അത്രയും ഡേഞ്ചറസും ആണ്. അപ്പൊ ഈ ആന്റി മാറ്റർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ക്യാൻ അവിടെ നിന്ന് മിസ്സായിട്ടുണ്ട്, ഒരു കാനിസ്റ്റർ അവിടെ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ ഈ ഒരു കണ്ണായിരുന്നു ആ കാനിസ്റ്റർ ഇരിക്കുന്ന റൂം തുറക്കാനുള്ള പാസ്വേഡ്. അപ്പൊ ആ കണ്ണ് കുത്തിയെടുത്ത് ആ റൂം തുറന്ന് അവിടെ നിന്ന് ഈ പറഞ്ഞ ആന്റി മാറ്റർ ഉള്ള കാനിസ്റ്ററും കൊണ്ടാണ് നമ്മുടെ കൊലയാളി പോയിട്ടുള്ളത്. ആൻഡ് ഈ കൊലയാളി ഇപ്പൊ എവിടേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഈ വീഡിയോയിലെ അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം. കാരണം വത്തിക്കാനിലേക്കാണ് ഈ
കില്ലർ പോയിട്ടുള്ളത്. വത്തിക്കാനിൽ ആ സമയത്ത് വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. നിലവിലുള്ള മാർപ്പാപ്പ മരിച്ചിട്ട് ബാക്കി അടുത്ത മാർപ്പാപ്പ ആരാണ് എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി ലോകത്തെ കത്തോലിക്ക സഭയിലെ എല്ലാ പ്രധാനപ്പെട്ട കാർഡിനൽമാരും ബിഷപ്പുമാരും എല്ലാം വത്തിക്കാനിൽ സമ്മേളിച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു മാർപ്പാപ്പ ഉണ്ടാവുന്ന സമയമാണ്. ലോകം മുഴുവൻ വത്തിക്കാനിലേക്ക് നോക്കുകയാണ്. ആ സമയത്ത് വത്തിക്കാനിൽ ഒരു വലിയ സ്ഫോടനം നടക്കാൻ പോകുന്നു എന്നൊരു ന്യൂസ് വരും. ആൻഡ് പിന്നെ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാൾ ഈ ആന്റി മാറ്റർ കട്ടുകൊണ്ടുപോയിട്ട് ഈ കൊലയാളി വത്തിക്കാനിൽ ഒറ്റയടിക്ക് ഒരു സ്ഫോടനം ഉണ്ടാക്കി എല്ലാം നശിപ്പിക്കാനല്ല പോയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മാർപ്പാപ്പയാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 4 കാർഡിനൽമാരുണ്ട്. അവരെ 4 പേരെയും തട്ടിക്കൊണ്ടുപോയിട്ട് ഇല്യൂമിനാറ്റിയുടെ 4 സിംബലുകൾ എന്ന് പറയപ്പെടുന്ന ഭൂമി, ആകാശം, ജലം, വായു, ഭൂമി, വായു, ജലം, അഗ്നി, ഈ പറഞ്ഞ എർത്ത്, ഫയർ, വാട്ടർ, എയർ, ഈ 4 സിംബലുകളൊക്കെ കാർവ് ചെയ്ത് അവരെയും കൊല്ലാൻ, ഈ സയന്റിസ്റ്റിനെ കൊന്ന പോലെ വളരെ ബ്രൂട്ടലായിട്ട് ആ കാർഡിനൽമാരെയും കൊല്ലാനാണ് ഈ കില്ലറുടെ പ്ലാൻ. അതായത് ഇല്യൂമിനാറ്റി എന്ന് പറയുന്ന സംഘടന മരിച്ചിട്ടില്ല എന്ന് ലോകത്തെ അറിയിക്കണം. അവരിപ്പോഴും ആക്റ്റീവാണ് എന്ന് ലോകത്തെ അറിയിക്കണം. അവർ വിചാരിച്ചാൽ ലോകത്തിലെ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ടുള്ള വത്തിക്കാനിൽ വരെ നുഴഞ്ഞു കയറി ഏറ്റവും വില പിടിച്ച 3-4 ജീവനുകൾ അപഹരിക്കാൻ സാധിക്കും എന്ന് തെളിയിക്കണം. അതായിരുന്നു ഈ കില്ലറുടെ ഉദ്ദേശം. ഇതെല്ലാം റോബർട്ട് ലാങ്ടൺ അറിയുന്നു. ആൻഡ് പിന്നീട് ഇത് എവിടെയാണ് വത്തിക്കാനിൽ ഗലീലിയും ഈ പറഞ്ഞ ബെർണീനിയും എല്ലാം എവിടെയൊക്കെയാണ് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്, ഏത് 4 ചർച്ചുകളിൽ വെച്ചിട്ടാണ് ഈ മർഡറുകൾ നടക്കാൻ സാധ്യത എന്നൊക്കെ ഇവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 4 കാർഡിനൽമാർ ഓൾറെഡി മിസ്സായി, അവരത് പുറം ലോകത്തെ അറിയിച്ചിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ റോബർട്ട് ലാങ്ടനും അവിടെ ഒലിവേറ്റി എന്ന് പറയുന്ന അവിടുത്തെ റോമിലെ വത്തിക്കാനിലെ ഒരു വലിയ പോലീസ് ചീഫ് പോലത്തെ ഒരാളും എല്ലാം ചേർന്ന് ഈ മിസ്സിംഗ് ആയിട്ടുള്ള 4 കാർഡിനൽമാർക്ക് വേണ്ടി നടത്തുന്ന അന്വേഷണമാണ്. ആൻഡ് ഇതിന്റെ ക്ലൈമാക്സിൽ ഇതിനൊക്കെ വെട്ടിക്കുന്ന വേറൊരു കിടിലൻ ട്വിസ്റ്റും ഉണ്ട്. അപ്പൊ ഈ 5 പുസ്തകങ്ങളാണ് കഴിഞ്ഞ ഒരു ഓൾമോസ്റ്റ് 38-40 ദിവസം സമയം കൊണ്ട് വായിച്ചു തീർത്തത്. കിടിലൻ പുസ്തകങ്ങളാണ്. വായിക്കാത്തവരുണ്ടെങ്കിൽ നല്ലൊരു സജഷൻ ആയിട്ട് ഉപയോഗപ്പെടുത്താം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്